തിരുവങ്ങാടിക്ക് ജുമയ്ക്ക് വരണമെങ്കിൽ എത്ര ദൂരമുണ്ട്? പിന്നെയാണ് കൊണ്ടോട്ടിയിൽ പള്ളി ഉണ്ടായത്, പഴയ പള്ളി. അപ്പം അത്ര ദൂരത്താണെന്ന് ജുമഅത്ത് വെള്ളിയാഴ്ച നിസ്കാര പള്ളി തൊട്ടടുത്തുണ്ടാവും. അപ്പം ആ കാലഘട്ടത്തിൽ ജുമഅക്ക് പോകാൻ പ്രയാസം. ജുമഅക്ക് പോയിട്ട് സ്കൂൾക്ക് വരാൻ പറ്റില്ല. അത് ജുമഅ മുടക്കി സ്കൂൾ വേണ്ട, കൗമ് തീരുമാനിച്ചു. റമദാൻ എന്ന് പറഞ്ഞാൽ പട്ടിണിയുടെ മാസമായിരിക്കും പലപ്പോഴും. കാരണം പലപ്പോഴും തൊഴിൽ ചെയ്യാൻ പോകാൻ പറ്റില്ല. പോയാൽ തന്നെ ലോഹർ വരെ പണിയെടുത്ത് പാവങ്ങൾ പള്ളി വന്ന് കിടന്നുറങ്ങും. പച്ച വെള്ളം കുടിച്ചിട്ടാ കഞ്ഞി കുടിച്ച് നോമ്പ് തുറക്കുന്ന ആൾക്കാരും കഞ്ഞി വെള്ളം കുടിച്ച് നോമ്പ് നോക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നുണ്ട്. ചരിത്രം പഠിച്ചു നോക്കി. ഇന്നല്ലേ ഇപ്പം നമുക്ക് സൗകര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ നമുക്ക് ഭക്ഷണം ഇഷ്ടം പോലെയാണ്. ഇന്നത്തെ നോമ്പ് വ്യത്യാസമുണ്ട്. ഇന്നത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കലാണ്, കുറക്കലല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇനി നോമ്പ് വരാൻ പോവാ. ഏകദേശം മെയ് 26 27 നോമ്പ് വരും. അന്നൊരു പേപ്പറിൽ നിങ്ങൾ തൂക്കിയിട്ടൊന്ന് എഴുതി വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പെരുന്നാക്കൊന്ന് തൂക്കി കൊണ്ട് 2 കിലോ കൂടി ഉണ്ടാവും. 1 കിലോ പോത്തിനത്തിന് നിന്നിട്ടുണ്ടാവും. ഭക്ഷണം കൂടുതലല്ലേ, നോമ്പിന് കുറയില്ലല്ലോ. പണ്ട് അങ്ങനെയല്ല. പണ്ട് ഈ കുട്ടികൾ പച്ചവെള്ളം കുടിച്ച് നോമ്പ് നോറ്റ് സ്കൂളിൽ പോയാൽ വാടിക്കരിഞ്ഞു. നോമ്പുൽക്കായില്ല, കിടന്നുറങ്ങിയിട്ടൊക്കെ ഒപ്പിക്കല. അന്ന് സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് തന്നെ നോമ്പിന് സ്കൂളുണ്ടായാൽ, വെള്ളിയാഴ്ച സ്കൂളുണ്ടായാൽ സ്കൂളിലേക്ക് കുട്ടികളെ കിട്ടൂല എന്ന് മനസ്സിലാക്കി. KM സീതി സാഹിബ് മനസ്സിലാക്കി, ബാഫക്കിതങ്ങൾ മനസ്സിലാക്കി, CH മനസ്സിലാക്കി. മുസ്ലിം ലീഗിന് അധികാരം കയ്യിൽ കിട്ടിയ ഉടനെ CH ചെയ്ത പണി എന്താ? ആ പരാതി അവസാനിപ്പിച്ചു. CH അത്ഭുതകരമായ പ്രവർത്തനം ചെയ്തു. ഇപ്പൊ കുട്ടികൾക്ക് അത് മനസ്സിലാവൂല. CH വന്നിട്ട് ഈ ഉമ്മത്തിനോട് പറഞ്ഞു, നിങ്ങൾ സ്കൂളിലേക്ക് പോകണം. നിങ്ങളെ പ്രധാന പ്രശ്നം വെള്ളിയാഴ്ച ജുമഅ മുടങ്ങലും നോമ്പുമാണെങ്കിൽ ഞാനതിന് പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞ CH പരിഹാരവുമായി വന്നു. ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു സംവിധാനം, ഇന്ത്യയിൽ എവിടെയില്ലാത്ത സംവിധാനം. മാപ്പിള കലണ്ടർ. വെള്ളിയാഴ്ച സ്കൂളില്ല, നോമ്പിന് സ്കൂളില്ല. ഒരു പുതിയ സ്കൂള്. സർക്കാരിന്റെ സ്കൂൾ ബോർഡൻ മാറ്റി. ഗവൺമെന്റ് UP സ്കൂൾ എന്നുള്ളത് മാറ്റി എഴുതി ഗവൺമെന്റ് മാപ്പിള UP സ്കൂൾ. അത് നോമ്പിനുണ്ടാകാൻ പാടില്ല, വെള്ളിയാഴ്ച സ്കൂൾ നടത്താൻ പാടില്ല. എയ്ഡഡ് സ്കൂൾ, എയ്ഡഡ് LP സ്കൂൾ മാറ്റിയിട്ട് എയ്ഡഡ് മാപ്പിള സ്കൂളാക്കി മാറ്റി. നോക്കണം നിങ്ങൾ. ഒരു പുതിയ കലണ്ടർ. ഒരു മതേതരവാദിയും എതിർത്തില്ല, ഒരു വർഗീയവാദിയും മുന്നോട്ട് വന്നില്ല. CH മാന്യമായി കൈകാര്യം ചെയ്ത് എന്റെ സമൂഹത്തെ സ്കൂളിലേക്ക് കൊണ്ടുവരാനാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച സ്കൂള് വേണ്ട, റമദാന് സ്കൂള് വേണ്ട. ഒരു പുതിയ പദ്ധതി കേരളത്തിൽ അത്ഭുതകരമായി നടപ്പാക്കി. എല്ലാവരും അംഗീകരിച്ചു. സ്കൂളിലേക്ക് കുട്ടികൾ വരാൻ തുടങ്ങി. പഠിക്കണമെന്ന് കുട്ടികൾക്ക് തോന്നി. CH നടന്ന് പ്രസംഗിച്ചു, പഠിക്കണം എന്ന് പ്രസംഗിച്ചു. നമ്മളെ പഠിപ്പിച്ചു ലീഗ്. നിങ്ങൾ എന്താ പറയുന്നത്? ഇവരെ ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ ലീഗ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ലീഗ് വളരെ നല്ല രീതിയിൽ ഭൗതിക വിദ്യ പഠിപ്പിക്കാൻ ശ്രമിച്ചു. ഭൗതിക വിദ്യ പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് കുറച്ച് കുട്ടികൾ സ്കൂളിൽ വരാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം ലീഗ് പറഞ്ഞു, ഇനി നമുക്ക് വേണ്ടത് സ്കൂളുകളാണ്. സ്കൂൾ കൊടുക്കാൻ തുടങ്ങി എല്ലാ സ്ഥലത്തും. നിങ്ങൾ സ്ഥലം തരുമോ, സർക്കാർ സ്കൂൾ ഉണ്ടാക്കും. അല്ല, നിങ്ങളെ സ്ഥലത്ത് നിങ്ങൾ കെട്ടിടമുണ്ടാക്കി ഫർണിച്ചറും വെച്ചാലോ, സർക്കാർ അംഗീകാരം തരാം, അധ്യാപകർക്ക് ശമ്പളം സർക്കാർ കൊടുത്തോളാം, നിങ്ങൾ സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കിയാൽ മതി. ഒന്നുകിൽ സ്ഥലം തരിക, എന്നാൽ സർക്കാർ സ്കൂൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കിയ എയ്ഡഡ് സ്കൂൾ തരാം. CH പറഞ്ഞു. കൊണ്ട് നടന്ന് കൊടുക്കുകയില്ലേ CH? എവിടെയൊക്കെ കൊടുത്തു? ഇഷ്ടം പോലെ കൊടുത്തു. എൻ്റെ നാട്ടിലെ പള്ളി കമ്മിറ്റിക്ക് സ്കൂളുണ്ട്, മദ്രസ കമ്മിറ്റിക്ക് സ്കൂളുണ്ട്. പള്ളി കമ്മിറ്റിക്കല്ല, മദ്രസ കമ്മിറ്റിക്ക് LP സ്കൂളുണ്ട്. CH വന്നതാ. എവിടെ പോയി നോക്ക്, CH കൊടുത്ത സ്കൂൾ ഉണ്ടാവും. പിന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ പിന്നെ കൊടുത്ത സ്കൂൾ ഉണ്ടാവും. സ്കൂൾ ഇങ്ങനെ കൊണ്ടുനടന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയോ, നമ്മളെ ജില്ലയിലൊക്കെ മലപ്പുറത്തൊക്കെ നല്ല സമ്പന്ന തറവാട്ടിലെ കാരണന്മാർക്ക്, ഭൂമി കൂടുതലുള്ള ആൾക്കാർക്ക് CH വരുന്നുണ്ട് എന്ന് കണ്ടാൽ പിന്നെ അവർക്ക് തലവേദന. ആ യോഗത്തിൽ തന്നെ പോലെ പേടിയാണ്. CH ഭൂമി ചോദിക്കും സ്കൂളിന്. CH കാണാൻ പേടിയായി. CH ഉണത്താൻ നടന്നപ്പോൾ നമ്മൾ പുതപ്പിട്ട് മൂടി ഉറങ്ങിയിരുന്നു. ഭൂമി കൊടുക്കേണ്ടി വരും. CH 3 ഏക്കർ 4 ഏക്കർ സ്കൂളിൽ ചോദിക്കും. അതുകൊണ്ട് CH കാണാൻ പോകില്ല. CH മുതലാളിമാരുടെ വീട്ടിലേക്ക് പോയി സ്കൂളിന് സ്ഥലം ചോദിച്ചിട്ടുണ്ട്. ബാഫക്കിത്തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സീതി സാഹിബ് പ്രേരിപ്പിച്ചിട്ടുണ്ട്. വയത് പറയും പോലെ ബാഫക്കിത്തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്കൂളിന് സ്ഥലം കൊടുക്കണം. ബാഫക്കിത്തങ്ങൾ പ്രസംഗിച്ചു, കൗമിനെ ബോധവൽക്കരിച്ചു, പലരും കൊടുത്തു. ക്രിസ്ത്യാനികൾ ആ സമയത്ത് ഇഷ്ടം പോലെ വാങ്ങി വെച്ചു. സകല പള്ളിന് മുമ്പിൽ വാങ്ങി, NSS വാങ്ങി, SNDP വാങ്ങി. നമ്മൾക്ക് പറ്റിയില്ല. നമ്മുടെ പള്ളിക്ക്, നമ്മുടെ മദ്രസക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. വഖഫ് സ്വത്ത്. വഖഫ് സ്വത്തിൽ സ്കൂൾ കൊണ്ടുവരാൻ പാടുണ്ടോ ഇല്ലേ നമ്മൾ ഫത്വ ചോദിച്ചു. നമ്മൾ ഫത്വയുമായി നടന്നു. ഫത്വക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്, കിട്ടാത്തവരുണ്ട്, നടന്നവരുണ്ട്, നടക്കാത്തവരുണ്ട്. മറ്റൊരു ഇഷ്ടം പോലെ വാങ്ങി വെച്ചപ്പോൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്തു. കമ്മിറ്റിയിൽ ഓരോ ഉടക്കനാളുണ്ടാവും. അത് പാടില്ല എന്ന് ഒരാൾ പറയും, പിന്നെ കുഴപ്പമായി. അങ്ങനെയാണ് നമ്മുടെ കമ്മിറ്റിയിലൊക്കെ. ഏത് നല്ല കാര്യം വരാണെങ്കിലും ഉടക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും. എതിര് പറയാനാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിച്ച കുറച്ച് ആൾക്കാർ ഏത് കമ്മിറ്റിയിലുണ്ടാവും. അങ്ങനെ ഉണ്ട്. ഇത് കമ്മിറ്റിന്റെ പ്രത്യേകത. എതിര് പറഞ്ഞാൽ അതാണ് യോഗ്യത. അങ്ങനെ ചില ആൾക്കാർ. നമ്മളാണെങ്കിലോ ഈ ഉടക്കാൻ നിൽക്കുന്ന ആളെ കമ്മിറ്റിക്ക് എടുക്കും. കാരണം എന്താ? ഉക്കിരിമറച്ചൊരു മഹാപത്ത ഷെഡിഹിന്ന ഓന്റെ തിന്മ ഒഴിവാക്കാൻ, ഓനെ ഉള്ളിക്കാക്കാൻ നല്ല, പുറത്തുനിന്നാ പൊളിക്കുന്ന അകത്താ നല്ല വേഗം കമ്മിറ്റിക്ക് എടുക്കും. കാരണം മൂപ്പര് പുറത്തായ വലിയ ശല്യ, എന്നാൽ മൂപ്പര് വേഗം കമ്മിറ്റിക്ക് എടുക്കും. റസൂൽ പറഞ്ഞ ഉക്കിരിമറച്ചൊരു മഹാപത്ത ഷെഡിഹി, ഒരു മനുഷ്യന്റെ ഷെറ് പേടിച്ചോനെ ബഹുമാനിക്കാം. മൂപ്പര് വരുമ്പോൾ ഉഷാറാക്കിയ പ്രശ്നം തീർന്നു. ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു സ്വഭാവം നമ്മളെ ഗവൺമെന്റുള്ളത്.
കാഹനായ CH മുഹമ്മദ് കോയ സാഹിബ് പിന്നെയും മുന്നോട്ട് പോയി. വിദ്യാഭ്യാസ രംഗത്ത് പിന്നെയും ഒരുപടി മുന്നിൽ. CH പറഞ്ഞു നമ്മുടെ കൗമിന് കോളേജായി ഇനി വേണ്ടത്. അപ്പോഴാണ് ബാഫഖി തങ്ങൾ മുന്നിട്ടിറങ്ങി ബാഫഖി തങ്ങളുടെ നേതൃത്വത്തിൽ വഴന്ന് പറയും പോലെ പറഞ്ഞ് പിരിച്ചിട്ടാണ് ഫറൂഖ് കോളേജ് ഉണ്ടാക്കിയത്. വഴന്ന് പറയും പോലെ പിരിച്ചിട്ട് ബാഫഖി തങ്ങൾ സംഭാവന കൊടുക്കാൻ പറഞ്ഞു സ്ഥലം. ബാഫഖി തങ്ങൾ കൗമിനെ ബോധവൽക്കരിച്ചു. അങ്ങനെ ബോധവൽക്കരിച്ച് മനോഹരമായ ഒരു കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി ഫണ്ട് ബാഫഖി തങ്ങൾ വഴന്ന് പറഞ്ഞ് പിരിക്കും പോലെ പിരിച്ചു. സമ്പന്നരെ കണ്ട് പിരിച്ചു. തികയാഞ്ഞിട്ട് മലബാർ ജില്ലാ മുസ്ലിന്റെ കാറ് വിറ്റു. അങ്ങനെ ഫണ്ട് സ്വരുക്കൂട്ടിയിട്ട് മദ്രാസിൽ കൊണ്ടുപോയി ലക്ഷ്മണ മുതലയാരെ കൊണ്ടുവന്ന് സർവേ റിപ്പോർട്ട് തയ്യാറാക്കി ഒരു യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടി മനോഹരമായ കോളേജ് ഉണ്ടാക്കി. അതാണ് ഫറൂഖ് കോളേജ്. ഫറൂഖ് കോളേജ് വന്നപ്പോൾ വിദ്യാഭ്യാസപരമായി കുറച്ച് പുരോഗതി ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ CH പറഞ്ഞു ഇനി നമുക്കൊരു യൂണിവേഴ്സിറ്റിയാണ് വേണ്ടത്. അങ്ങനെയാണ് CHന്റെ പ്രത്യേക താല്പര്യപ്രകാരം മുസ്ലിം ലീഗിന്റെ മന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത്. ഈ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് CH. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ മാപ്പുകുരികൾക്ക് തോന്നി ജില്ല വേണം. ഈ ജില്ല വേണമെന്ന് ആദ്യമായി നിയമസഭയിൽ ശബ്ദിച്ചത് മുസ്ലിം ലീഗിന്റെ മെമ്പറാ. മങ്കട നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനിച്ച മഞ്ചേരി താമസിച്ചിരുന്ന ആലങ്കോട് അബ്ദുൽ മജീദ്. പഠിക്കണം നിങ്ങൾ. മലപ്പുറത്തൊരു ജില്ല വേണമെന്ന് കേരള നിയമസഭയിൽ ആദ്യമായി ശബ്ദിച്ചത് ആലങ്കോട് അബ്ദുൽ മജീദാ. അയാള് മഞ്ചേരിയിലാണ് താമസിച്ചിരുന്നത്. അയാൾ മങ്കടത്തെ MLA ആയിരുന്നു, ലീഗിന്റെ MLA. 69 ചരിത്രം പഠിക്കും നിങ്ങൾ. 65 അദ്ദേഹം അത് പ്രസംഗിക്കുമ്പോൾ ഓർക്കണം. ജില്ല ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യമായി ഇതിനുവേണ്ടി ശബ്ദിച്ചു. പിന്നെ ശബ്ദിച്ചത് ബാപ്പുകുരിക്കളാ. EMSന്റെ മന്ത്രിസഭ വന്നപ്പോൾ ലീഗിന് വേണ്ടി വന്നു EMSന്. അങ്ങനെ മലപ്പുറം ജില്ല കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ ഈ മലപ്പുറം ജില്ലക്കെതിരെ കേളപ്പൻ ഇളകി. ജില്ല വന്നാൽ വമ്പിച്ച പ്രശ്നമുണ്ടാകും, വർഗീയത ഉണ്ടാകും, എന്തൊക്കെ പ്രചരണ. അന്ന് മുസ്ലിം ലീഗ് ശക്തമായി വാദിച്ചു ജില്ല വേണം. ലീഗിന്റെ ശക്തിയില്ലെങ്കിൽ EMS ജില്ലയൊന്നും തരൂല, കരുതണ്ട. EMSന്റെ ഔദാര്യമല്ല മലപ്പുറം ജില്ല, മറിച്ച് മുസ്ലിം ലീഗിന്റെ അവകാശം പിടിച്ചെടുത്തതാ. അന്ന് ലീഗ് ഇല്ലെങ്കിൽ EMSന് ഭരിക്കാൻ പറ്റൂല. ജില്ല കൊടുക്കാൻ ഞാൻ മന്ത്രിസഭയാണ് താഴെ പോകും. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് വേണ്ടി ജില്ല കൊടുത്തത്. ചിന്തിക്കണം നിങ്ങൾ. ഈ മുസ്ലിം സമൂഹത്തിന്റെ ശരീഅത്തിനെ പോലും എതിർത്തവർ, വിശ്വാസത്തെ എതിർക്കുന്നവർ, ഇന്ന് മലപ്പുറത്ത് വന്നിട്ട് മലപ്പുറം ജില്ല വർഗീയവാദികളുടെ കേന്ദ്രമായി ഇന്ന് പ്രസംഗിച്ചവർ നമുക്ക് ജില്ല തരും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? മുസ്ലിം ലീഗിന്റെ കടുംപിടുത്തമില്ലെങ്കിൽ മലപ്പുറം ജില്ല ഇല്ല. അന്ന് നിയമസഭയിൽ CH ചെയ്തൊരു പ്രസംഗം അറിയോ? മലപ്പുറം ജില്ലക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നവരോട് CH പറഞ്ഞു, നാഗാ വിഭാഗത്തിന് നാഗാലാൻഡ് ഉണ്ട് ഇന്ത്യയിൽ. പഞ്ചാബും ഹരിയാനയും വിഭജിച്ചു. എന്തിന്? മതത്തിന്റെ പേരിൽ. പഞ്ചാബിൽ സിഖുകാർക്കൊരു സംസ്ഥാനം, ഹരിയാനയിൽ ഹിന്ദുക്കൾക്കൊരു സംസ്ഥാനം പോലെ. ആ രീതിയിൽ രണ്ട് മതത്തിന് വേണ്ടി ഭിന്നിപ്പിച്ചതാ. അല്ലെങ്കിൽ ഒന്നായാൽ പോരായിരുന്നോ? ഈ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ, ഈ രാജ്യത്തെ ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ നടന്ന സംസ്ഥാനങ്ങൾ പലതുമുണ്ട്. എന്ത് കുഴപ്പങ്ങളുണ്ടായോ? അതുകൊണ്ട് മലപ്പുറത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണെന്ന് കരുതി ജില്ല കൊടുത്തത് കൊണ്ട് എന്ത് പ്രശ്നമുണ്ടാകും എന്ന് ചോദിച്ചു CHന്റെ ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ പറ്റിയില്ല. അങ്ങനെയാണ് മലപ്പുറം ജില്ല പിറവി എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നത്. അന്ന് CH അവസാനമായി നിയമസഭയിൽ പ്രസംഗം ഒരു ചോദ്യം ചോദിച്ച ഒരാൾ നമ്മുടെ പ്രതിപക്ഷത്തുനിന്ന് CHനെ എതിർത്തുകൊണ്ട് ചോദിച്ചു. CH കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പോലും CHനോട് CH അത് നല്ലത് തന്നെ. ഭരിക്കുന്ന ബെഞ്ചിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പ്രതിപക്ഷത്തെ പോലെ ചോദിച്ചു, CH ജില്ല വേണമെന്നുള്ള CH ഇപ്പൊ തന്നെ വേണോ എന്ന് ചോദിച്ചു. ജില്ല വേണം, ഭാവിയിൽ പോലെ ഇപ്പൊ തന്നെ വേണോ CH? അന്ന് CH പറഞ്ഞൊരു വാക്കുണ്ട്, ഇഫ് നൗ നോ നോട്ട് നെവർ. ഇഫ് നോട്ട് നൗ, ഇഫ് നോട്ട് നൗ. ഇപ്പൊ നിങ്ങൾ തരുന്നില്ലേ, എന്നാ നെവർ, ഇഞ്ഞത് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇപ്പോൾ അതില്ലെങ്കിൽ ഇഞ്ഞത് ഉണ്ടാവില്ല. ഇഫ് നോ, ഇപ്പോൾ. ഇഫ് നോട്ട്, ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലും അത് പിന്നെ ഉണ്ടാവില്ല. CH മുഹമ്മദ് കോയ സാഹിബ് നിയമസഭ പറഞ്ഞ വാക്കാണ്. ഇപ്പോൾ ജില്ല തന്നില്ലെങ്കിൽ ഇനി ഉണ്ടാവില്ല, ഇപ്പൊ തന്നെ വേണം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ കടുംപിടുത്തത്തിന്റെ മുമ്പിൽ ഇത് ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്ന പ്രതീക്ഷയില്ലാത്ത വിധം അതൊരു യാഥാർത്ഥ്യമായി കൊണ്ടുവന്ന് മലപ്പുറത്ത് ജില്ല വന്നത്. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് ഒന്നും ചെയ്തിട്ടില്ലേ? ലീഗ് ഒന്നും ചെയ്തു തന്നിട്ടില്ലേ? ഈ ജില്ലയിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കി? പഠിക്കുക നിങ്ങൾ. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് തന്നതാരാ? ഏത് സ്കൂളിന്റെ മുറ്റത്ത് പോയിട്ടും ചരിത്രം ചോദിച്ചു നോക്കി. എയ്ഡഡ് സ്കൂളാണെങ്കിൽ, അല്ല ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ കൊണ്ടുവന്നതാരാന്ന് ചോദിക്കേ. ഇടതുപക്ഷം കൊണ്ടുവന്ന സ്കൂളുകൾ വളരെ കുറച്ച്. അവർക്ക് വിദ്യാഭ്യാസ പുരോഗതി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. SLC പരീക്ഷ 2 വട്ടം എഴുതിച്ച ആൾക്കാരാ. അവർക്ക് വിദ്യാഭ്യാസ പുരോഗതി എല്ലാ വർഷം. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കണം. നിങ്ങൾ പര്യടനം നടത്ത്. കണ്ണൂർ പോ, കാസർഗോഡ് പോ. കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിൽ പോകും നിങ്ങൾ. ഞാൻ പോകുന്നതല്ലേ, നമ്മുടെ പല പരിപാടിക്കും ആ ഭാഗത്തൊക്കെ പോകുന്ന. ഒരു നല്ല മനോഹരമായ ഗവൺമെന്റ് കോളേജ് ഉണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? ഒരു നല്ല മനോഹരമായ മെഡിക്കൽ കോളേജ് ഉണ്ടോ? രാഘവ ഉണ്ടാക്കി വെച്ച കോളേജ് അടിച്ചു പിടിക്കാൻ വന്നു എന്നല്ലാതെ പരിയാരത്ത് അവരുണ്ടാക്കിയിട്ടില്ലല്ലോ. ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടോ? പറയും.
എന്തെങ്കിലും ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ല. എന്താ കാരണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമങ്ങളായ കണ്ണൂരും നാദാപുരത്തും കല്ലാച്ചിയിലുമൊക്കെ തെങ്ങുമേൽ കയറുന്ന പാവപ്പെട്ട തൊഴിലാളി, പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളി വൈകുന്നേരം കള്ള് കുടിച്ച് അങ്ങാടിയിൽ തല്ലുണ്ടാക്കാനും കത്തിക്കുത്തുണ്ടാക്കാനും കുത്തിമലർത്താനും ശത്രുവിനെ കൊല്ലാനും വേണം. അതിന് മയക്കുമരുന്ന് കൊടുക്കും, കള്ള് വാങ്ങിക്കൊടുക്കും, ചിലപ്പോൾ പൈസയും കൊടുക്കും. സ്കൂൾ കൊടുക്കൂല, കോളേജ് കൊടുക്കൂല, പഠിപ്പിക്കൂല. പഠിപ്പിച്ച വിദ്യാഭ്യാസമുള്ളവന് ഈ പണിക്ക് കിട്ടൂല. തെക്കൻ കേരളത്തിലുണ്ടല്ലോ കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. അവിടെ എന്തേ സംഭവം? SNDP സ്കൂൾ വെച്ചു, NSS സ്കൂൾ വെച്ചു. അവർ ജനങ്ങളെ പഠിപ്പിച്ചു ഇവരും പഠിച്ചു. സ്കൂളും കോളേജും നാട്ടിൽ വന്നാൽ പഠിക്കും. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നതിന് NSS കൊണ്ടുവരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നതിന് SNDP കൊണ്ടുവരും. അപ്പൊ അവരെ സ്കൂളുണ്ട്, അവരെ സംവിധാനം ഉണ്ട്. അവിടെ പഠിച്ചു പുറത്തിറങ്ങിയപ്പോഴോ വിദ്യാഭ്യാസമുള്ളവരാ. ഒരു അടിയും കുത്തും കൊലപാതകവും ഇല്ലല്ലോ. ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനല്ലേ കൊല്ലത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ആലപ്പുഴയിലൊക്കെ ശക്തി കേന്ദ്രമല്ലേ? ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമല്ലേ? എന്താ ആലപ്പുഴയിൽ കൊല്ലും കൊലയില്ലാത്തത്? അവിടെ SNDP സ്കൂൾ ഉണ്ടാക്കി, NSS സ്കൂൾ ഉണ്ടാക്കി. ഇവരവിടെ പോയി പഠിച്ചപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടായി. ഇതുപോലത്തെ സ്കൂൾ എന്തേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂർ ഉണ്ടാക്കാതിരുന്നത്? എന്തേ അവർ നാദാപുരത്ത് ഉണ്ടാക്കാതിരുന്നത്? എന്തേ കാസർഗോഡ് ഉണ്ടാക്കാതിരുന്നത്? അവിടുത്തെ തൊഴിലാളികൾ തമ്മിൽ അവിടെ ബീഡി തൊഴിലാളി സൊസൈറ്റി ഉണ്ടാക്കും, അല്ലെങ്കിൽ സഹകരണ സംഘം ഉണ്ടാക്കും, ചെറിയ തൊഴിൽ കൊടുക്കും. വൈകുന്നേരം കള്ളു കുടിച്ച് തല്ല് കൂടാനുള്ള ഒരു ടീം. മലപ്പുറത്ത് നോക്ക്, മലപ്പുറത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി, മലപ്പുറത്ത് ഗവൺമെന്റ് കോളേജ് ഉണ്ടാക്കി. മലപ്പുറത്ത് എന്തൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനം ലീഗ് കൊണ്ടുവന്നു? മുസ്ലിം ലീഗ് സമുദായത്തെ പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ സമുദായത്തെ കൊല്ലാൻ പഠിപ്പിക്കുക. 51 വെട്ടുവെട്ടാൻ പറ്റുന്ന പരിശീലകരെ കൊടിസുനിയെയും കിർമാനി മനോജനെയും വാടകയ്ക്കെടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ ക്രിമിനലിസം ഉണ്ടാക്കുകയാണ്. ഞാൻ ഡാട്ടിയല്ല